ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ടായിരുന്നു. ഒരു തവണ ആട് പ്രസവിച്ച് 3 കുട്ടികളുണ്ടായപ്പോൾ ഒരു കുട്ടി ചേച്ചിക്ക്, ഒരു കുട്ടി ചേട്ടന്, ഒരു കുട്ടി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. ഒരു അരണനെ കണ്ട് ഞാൻ കല്ലെറിഞ്ഞ് കൊന്നപ്പോ ആ അമ്മ പറഞ്ഞത്, അതിപ്പോഴും എനിക്ക് അറിയില്ല സത്യമാണോ അല്ലോ എന്ന്. അമ്മ പറഞ്ഞത്, എടാ പ്രസവത്തിൽ വയറ് കയറി ചാവുന്ന ജീവിയാടാ അത്, അതിനൊന്നും അങ്ങനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ഭയങ്കര പ്രസവത്തിൽ വയറ് പിളർന്ന് അത് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ. കാരണം എനിക്കറിയില്ല അരണ മുട്ടയിടാണോന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അമ്മ പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ആയിട്ട്, അയ്യോ അങ്ങനെ ഒരു ജീവനെ ഞാൻ ആണോ എനിക്കതറിയില്ല. നമുക്കൊന്ന് എന്റെ ഇടയിൽ നമുക്ക് കണ്ടിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് എന്താ, എന്തോ ലിസാർഡായിരിക്കും അല്ലേ? ഇംഗ്ലീഷിലെ പേര് അറിയില്ല, ശാസ്ത്രീയ നാമം പറയാൻ എനിക്കറിയില്ല. ഞാൻ വെറുതെ ഉണ്ട് കേട്ടി. സസ്തിനിയാണോന്ന് ഇപ്പം അറിയാം. ഭാഗ്യമായ ജലജീവി, പ്രജനനം, അരണ മുട്ടയിട്ടാണ് പ്രശ്നം തീർന്നു. പക്ഷെ അത് വെച്ചിട്ട് ഞാൻ ഇനിയും ജീവികളെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. അരണ കടിച്ചാൽ ഉടനെ മരണം. അത് തെറ്റാണ്. അരണയ്ക്ക് വിഷപ്പല്ലുകളോ വിഷഗ്രന്ഥികളോ ഇല്ല. വിഷമുണ്ടെന്നും കടിക്കാൻ ചെല്ലുമ്പോഴേക്കും മറന്നു പോകുന്നു വിശ്വാസമുണ്ട്. പിന്നെ ഓർമ്മക്കുറവുള്ളവരെ പരിഹസിക്കാൻ അരണബുദ്ധി എന്ന ശൈലിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് അമ്മ പറഞ്ഞത് തന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് മൂവ് ചെയ്തു. ആ വഴി കൂടെ പോയാൽ എനിക്ക് അരണനെ കാണുമ്പോൾ തോന്നിയിട്ടാണ് ഞാൻ എന്നെ കല്ലെറിഞ്ഞത്. അത് ചത്തും പോയി. അപ്പൊ അമ്മ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഇമോഷണലി വരെ ഡാമേജ്. എനിക്ക് അതിനെ കാണുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കൊന്നുകളയെന്ന് പറയുന്നത് എനിക്കത് ഇത്തിരി ഭയങ്കര ട്രോമയായിരുന്നു. പശ്ചാത്താപവേശനായി എന്ന് പറയാം. എനിക്ക് അങ്ങനത്തെ പശ്ചാത്താപം ഒന്നും ഇല്ലാത്ത ആളായിരുന്നു.